ഹലോ, എന്താണ് എല്ലാവരുടെയും വിശേഷം? ഇപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ്സിലെടുക്കാൻ വരുന്നത് ആരാന്ന് നോക്കാം. അൻസലാണ്. അൻസല് ഇപ്പോൾ ഇവിടെ നാട്ടിലില്ല, ആള് പുറത്താണ്. കൂടാണ്ട് നമ്മുടെ സൈക്കോളജി ഡിപ്ലോമ കഴിഞ്ഞൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ NLPയും കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ സർട്ടിഫിക്കേഷൻ കോഴ്സും കഴിഞ്ഞ ഒരാളും കൂടിയാണ്. അപ്പൊ നമുക്ക് അൻസലിനെ വെൽക്കം ചെയ്യാം. പ്ലീസ് വെൽക്കം അൻസൽ. ഹായ് ഓൾ, എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കല്ലേ? എല്ലാവരും സന്തോഷത്തിലാണ്, ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നു. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അൻസൽ സാബറി. അവിടെ തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്താണ് എൻ്റെ വീട്. എന്തൊക്കെയാണ് അപ്പോൾ കാര്യങ്ങൾ? നമുക്ക് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കുറച്ചൊക്കെ ഫണ്ണായിട്ടും കുറച്ചൊക്കെ ഭയങ്കര ലിബറലായിട്ട് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ജോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും നമുക്ക് ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ ഒരു ഫീൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്കൊരു പറയണ എനിക്കും കേൾക്കണ നിങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊക്കെ ഭയങ്കര ഫണ്ണായിട്ടും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട കാര്യങ്ങൾ ഗൗരവത്തിൽ ഒക്കെ എടുത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര വാല്യൂ ആയിട്ടും ഒക്കെ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. ഇതിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉപകാരപ്പെടുത്താനും നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രമിക്കുക എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ക്ലാസ്സിൽ തുടങ്ങിയാലോ. നമുക്ക് ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ മൈൻഡ് ഹീലിംഗ്. എന്താണ് ഹീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അർത്ഥമാക്കുന്ന കാര്യം, അല്ലെങ്കിൽ സുഖപ്പെടുത്തുക അല്ലെങ്കിൽ ഉണക്കാവുക. നമുക്കൊരു ശരീരത്തിന് എന്തെങ്കിലും ഒരു മുറിവ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഉണക്കില്ലേ, അല്ലാണ്ട് ആ മുറിവുണ്ടത് ഉണക്കരുതിട്ടാ, അതവിടെ വെക്കിട്ടാ നമ്മളാരും പറയില്ലല്ലോ. അത് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളത് പോയിട്ട് അത് ഹീൽ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അത് ഉണക്കാൻ അല്ലെങ്കിൽ അത് സുഖപ്പെടുത്താനാണ് നമ്മൾ എന്താക്കുന്നത് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന് വല്ല മുറിവേൽക്കുന്നത്, നമ്മളത് ഉണക്കണ്ടേ. എങ്ങനെയാണ് മനസ്സിന് മുറിവേൽക്കുക? അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഓക്കെ, അതായത് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാര്യം ചിന്തിക്കാനുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തന്നെ അവിടുന്ന് തൊട്ടണ്ട് തുടങ്ങി. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഒറ്റ കാര്യം പറയട്ടെ, നമ്മുടെ കൺട്രോളിലല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് വേസ്റ്റ് ഓഫ് ടൈമാണ്. അതൊരു മണ്ടത്തരമാണെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടില്ലേ അല്ലെങ്കിൽ അവളെ കണ്ടില്ലേ എന്ന് പറയുമ്പോൾ നമ്മളൊന്നും മൈൻഡിൻ്റെ കാര്യമില്ല. അത് അവര് തോട്ടാണ്, അവര് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളേ അല്ല. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. നമ്മൾ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാനാവുക മാത്രം ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ പോണവും വരണവും എല്ലാ വള്ളിയും മലയൊക്കെ നമ്മുടെ തലയ്ക്ക് വലിച്ചിടേണ്ട ഒരു കാര്യമില്ല. ഇപ്പം തന്നെ എന്താണ് കുറച്ച് സ്ട്രെസ്സും കുറച്ച് ടെൻഷനും അവിടെ ഒഴിഞ്ഞു മാറും. ദെൻ ബാക്ക് ടു പോയിന്റ്. ഇപ്പോൾ മൈൻഡ് ഹീലിംഗ്, അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് മെയിനായിട്ട് നമ്മളെപ്പോഴും നമ്മുടെ സങ്കടങ്ങളിലേക്കും വിഷമങ്ങളിലേക്കും മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്താണത് കൂടുതലും വിഷമങ്ങൾ എൻ്റെ മേൽക്ക് സങ്കടങ്ങൾ വരും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിലേക്കും നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചുള്ളൂ. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, വിരലിലെണ്ണാവുന്ന സങ്കടങ്ങളെ നമുക്ക് ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ചിന്തിച്ച് അതിനെ വലുതാക്കി വെച്ചിട്ട് നമ്മുടെതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് കാര്യം. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടെ, ഈ കാര്യം ചിന്തിച്ചു നോക്കിയേക്കും, നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കിയേക്കും. നമുക്ക് രണ്ട് കൈയില്ലേ,
ഭക്ഷണം കഴിക്കാൻ കയ്യുണ്ട്, സാധനങ്ങൾ എടുത്ത് വെക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നമുക്ക് കയ്യിൽ. രണ്ട് കാലുണ്ട്, രണ്ട് കണ്ണ്, ചെവി, എല്ലാം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നമുക്ക് നടക്കാൻ കഴിയുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ രുചി അറിയാൻ പറ്റുന്നുണ്ട്, അത് കാണാൻ പറ്റുന്നുണ്ട്, എല്ലാം നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ നമുക്ക് ഉടുക്കാൻ വസ്ത്രമുണ്ട്, നമുക്ക് യാത്ര ചെയ്യാൻ വാഹനമുണ്ട്, വീടുണ്ട്, പേരൻസ് ഉണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കണ്ടേ, ഈ വീടില്ലാത്തവൻ്റെ ആഗ്രഹമാണ് വീട് വേണം എന്നുള്ളത്, ഒരു വാഹനം ഇല്ലാത്തവൻ്റെ ആഗ്രഹമായിരിക്കും വാഹനം വേണം, ചിലപ്പോൾ ഒരു കണ്ണിന് കാഴ്ച ഇല്ലാത്തവൻ്റെ ആഗ്രഹമായിരിക്കും ഒരു കണ്ണിന് കാഴ്ച വേണം എന്നുള്ളത്, നടക്കാൻ കാലില്ലാത്തവൻ്റെ ഒരു ആഗ്രഹമായിരിക്കും കാല് വേണം. ചിലപ്പോൾ നമ്മൾ സങ്കടപ്പെടുന്ന എന്തിനായിരിക്കും, ചെരുപ്പില്ലാത്തതിൻ്റെ പേരിലായിരിക്കാം. റൈറ്റ്. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുണ്ടോ? അതായത് ഈ ചെറിയ നമുക്ക് ഇടാൻ ചെരുപ്പില്ല ഇനിയിപ്പോൾ, അപ്പോൾ നമ്മൾ ഈ സങ്കടപ്പെടുന്ന എന്തിൻ്റെ പേരില്ല, ഈ ചെരുപ്പില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ സങ്കടപ്പെടുന്നു. നമ്മൾ ഒരു കാര്യം ചിന്തിക്കണ്ട, എനിക്ക് കാലില്ലാത്തവൻ്റെ സങ്കടം നമ്മൾ കാണണ്ട. അപ്പോൾ അതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടേതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമ്മൾ ചിന്തിച്ച് നടക്കും. പലർക്കും പല തരത്തിലും പല വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരുണ്ടാവും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളതിനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അതിൽ ഉണ്ട്. അതായത് നമുക്കൊരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ 32 തരത്തിൽ നമ്മുടെ ബ്രെയിനിന് അതിന് ആൻസർ തരാൻ കഴിയുമെന്നാണ് സയൻസ് പറയുന്നത്. അപ്പോൾ അതായത് ഏത് തരത്തിലുള്ള ആൻസർ വേണമെങ്കിൽ നമ്മുടെ ബ്രെയിനിന് തരാൻ നമ്മുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം നമ്മളിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മളത് തന്നെ ഒന്ന് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ പ്രശ്നങ്ങൾ നമ്മൾ ചിന്തിച്ച് കൂട്ടണം ഏറ്റവും വലിയ പ്രശ്നം. ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിനെ തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിനെല്ലാത്തിനും ഏതിനും ഒക്കെ എല്ലാത്തിനും പരിഹാരമുണ്ട്. എല്ലാത്തിനും പരിഹാരങ്ങളുണ്ട്. നമ്മൾ ഈ പ്രശ്നങ്ങളെ ചിന്തിക്കുന്ന രീതി മാറ്റിയാൽ മതി. ഓക്കെ, അതാ പറഞ്ഞത്. വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ട് തിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, നമ്മളെല്ലാത്തിനെയും ഒന്ന് പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, അതാണ്. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം വേണം. നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം ഉണ്ടെങ്കിലാണ് നമുക്ക് എല്ലാം ഒന്ന് പ്രവർത്തിക്കാനോ ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാം ഒന്ന് ഒതുങ്ങിപ്പോകും. ആർക്ക് വേണ്ടി, എന്തിനു, എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടണം. നമുക്ക് ഇഷ്ടപ്പെടാൻ എന്തൊക്കെ കാരണങ്ങളുണ്ട്. ഒന്നും വേണ്ട, പഠിച്ചോൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ബഹുമാനിക്കപ്പെട്ടവരാണ്, ഞാൻ ബഹുമാനിച്ച മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് ഞാൻ ബഹുമാനിക്കപ്പെട്ടതാണ് ആരെ, മനുഷ്യരെ. അപ്പൊ അത് പറഞ്ഞു അള്ളാഹു വരെ ബഹുമാനിക്കപ്പെട്ടാണ് നമ്മൾ. അപ്പൊ പിന്നെ നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ നമ്മളെന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. നമ്മളെപ്പോഴും ഈ സങ്കടങ്ങളിലും വിഷമങ്ങളിലും മാത്രം ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ നമ്മളെ മൈൻഡ് ഫുള്ള് എന്തായിരിക്കും, ഒരു കാര്യം ചെയ്യാനോ പ്രവർത്തിക്കാനോ ഒന്നും ചെയ്യാൻ ഒന്നും പറ്റാതെ നമ്മൾ ആകെ സ്റ്റക്കായിട്ട് ഇനി എന്ത് ചെയ്യണം, ഇനി എന്താക്കും എന്നൊന്നും അറിയാതെ നമ്മൾ ആകെ ഇതായി നിൽക്കും. ഒരു പ്രശ്നവും എന്നത്തേക്കില്ല, ഒരു സന്തോഷവും എന്നത്തേക്കില്ല. ഇതുപോലെ. പക്ഷെ സന്തോഷത്തെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. മനസ്സിലായി? നമുക്കതിന് പോസിറ്റീവായി തിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പ്രശ്നങ്ങളെ നമുക്ക് വല്ലാതെ എഫക്റ്റ് ചെയ്യാതെ നമുക്ക് ഇതാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഒരു വിഷമവും എന്നത്തേക്കുള്ളല്ല, പെർമനൻ്റ് ഒന്നല്ല, എല്ലാം ടെമ്പററിയാണ്. ഞാനൊരു ചെറിയ ഒരു സ്റ്റോറി പറയാം.
അതായത് അക്ബർ ചക്രവർത്തി ആളുടെ കൂടെ നടക്കുന്ന ഒരു ആളാണ് ബീർബൽ. ഈ ബീർബലിനോട് പറഞ്ഞു എന്ത്, ഒരു കല്ലുമ്മ എഴുതി വെക്കാൻ പറഞ്ഞു. സന്തോഷമുള്ളവൻ വായിക്കുമ്പോൾ അയാൾക്ക് സങ്കടം വരണം, സങ്കടമുള്ളവൻ വായിക്കുമ്പോൾ അയാൾക്ക് സന്തോഷം വരണം. ഇന്ന തരത്തിലുള്ള ഒരു കോട്ട് എഴുതി വെക്കാൻ പറഞ്ഞു. ഇപ്പൊ ബീർബല് ആ കല്ലുമ്മനെ കൊത്തി, ഈ സമയവും കടന്നു പോകും. സന്തോഷമുള്ളവൻ വായിച്ചാൽ അവനക്ക് സങ്കടം വരും, സങ്കടമുള്ളവൻ വായിച്ചാൽ അവനക്ക് സന്തോഷം വരും. ഈ സമയവും കടന്നു പോകും. അതാണ്, ഒന്നും പെർമനൻ്റ് അല്ല. ഓക്കെ, നമുക്ക് ഖുർആനിലൊരു വാക്ക് പറയുന്നുണ്ട്, വേറെ ആരും പറഞ്ഞല്ല, അള്ളാഹ് പറഞ്ഞതാണ്. അതായത് ഒരു കയറ്റത്തിന് ശേഷം എന്തായാലും ഒരു ഇറക്കുണ്ട്. അതായത് ഒരു ഞെരുക്കത്തിന് ശേഷം ഒരു അയവുണ്ട്. ഒരു വട്ടമല്ല പറഞ്ഞത്, 2 വട്ടം പറഞ്ഞത്. നമുക്ക് എന്താ, നമ്മൾ ആരുമല്ല പറഞ്ഞത്, പടച്ചോനാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ തിങ്ക് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും പെർമനൻ്റ് അല്ല. ഒരു വിഷമവും എന്നും നമുക്കുണ്ടാവില്ല. ഒരു സങ്കടമാണെങ്കിൽ ഒരു സങ്കടവും എന്നും ഉണ്ടാവില്ല. ഒരു സന്തോഷമാണെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്താണ്, നമുക്കിതിനെ ഇതാക്കാൻ പറ്റും. നമ്മളെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യും. എവിടെ നമ്മളെ ഇൻവെസ്റ്റ് ചെയ്യണം, നമുക്ക് വാല്യൂ ഉള്ളിടത്തേ നമ്മളെ കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് വില ഉള്ളിടത്തേ നമ്മളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ബോട്ടിൽ വെള്ളം സാധാ ഒരു കടയിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് 20 രൂപ. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് അത് മേടിക്കുകയാണെങ്കിൽ അതിന് 200 രൂപ. അതേ സ്ഥാനത്ത് എയർപോർട്ടിൽ വന്നിട്ട് വെള്ളം മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് 300 രൂപ ഒരു ബോട്ടിൽ വെള്ളത്തിന്. ഓക്കെ, ഇതേ വെള്ളം ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ റേറ്റ് 500 രൂപ. ഒരേ വെള്ളം, ഒരേ കമ്പനി, ഒരേ ബ്രാൻഡ്, ഒരേ സാധനം. മാറിയത് എന്താണ്, അതിരിക്കുന്ന സ്ഥലം മാറി. ഐ മീൻ നമ്മളെ ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മളിരിക്കുന്ന പൊസിഷൻസ് ഒന്നും മാറ്റണം. അതൊന്നും മാറിയാൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന വാല്യൂ മാറും. നമുക്ക് കിട്ടുന്ന വാല്യൂ കൂടും, റെസ്പെക്റ്റും കൂടും, എല്ലാം കൂടും. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ തന്നെ മാറാനൊരു അവസരം ഉണ്ടാക്കുക. ഒരു ചെറിയൊരു മാറ്റം, ചെറിയൊരു വ്യത്യാസം. അതിനൊരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. ചെറിയൊരു മാറ്റം വരുത്താൻ. അതായത് ഒരു ഒളിമ്പിക്സ്, ഇത് ഉണ്ടാക്കി പറയുന്ന സ്റ്റോറി അല്ല കേട്ടോ, റിയൽ സ്റ്റോറിയാണ്. റിയൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ റിയൽ സ്റ്റോറിയാണ്. അതായത് ഒരു ഒളിമ്പിക്സ്, ഒരാൾ ഓട്ട മത്സരം ഓടിയിട്ട് ഒരാൾ ജയിച്ചു. ദെൻ സെക്കൻഡായ ഒരാളുണ്ട്, രണ്ടാമത് ജയിക്കുന്ന ഒരാൾ. ഈ രണ്ടാമത് ജയിക്കുന്ന ആള് എത്ര സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണെന്നറിയാം? 1 സെക്കൻഡിന്റെ 20%. 1 സെക്കൻഡിന്റെ 20%-ത്തിലാണ് എന്താവുന്നത്, സെക്കൻഡ് ആവുന്നത്. 1 സെക്കൻഡിന്റെ 20% കേട്ടോ. അത്രയ്ക്കും വളരെ ഒരു ചെറിയൊരു വ്യത്യാസമാണ് ഫസ്റ്റ് ജയിക്കണ ആൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഫസ്റ്റ് ആവുന്ന ഒരാൾ അയാളുടെ ലൈഫിൽ അയാൾ ഉണ്ടാക്കിയ ചെറിയൊരു മാറ്റമാണ്, വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു മാറ്റമാണത്. അതിനാണ് രണ്ടാമത് സെക്കൻഡായി പോയത്. ആ ചെറിയൊരു വ്യത്യാസം, 1 സെക്കൻഡിന്റെ 20%. മനസ്സിലായോ? ഈ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയത് എത്രയാണെന്നറിയോ? 75 കോടി രൂപയാണ് ഫസ്റ്റ് പ്രൈസ്. ദെൻ സെക്കൻഡ് പ്രൈസോ
25 കോടി. അപ്പം അതിൻ്റെ ഇടയിൽ വന്ന വ്യത്യാസം എത്ര ഉണ്ട്? 50 കോടി രൂപയുടെ വ്യത്യാസമാണ് അവിടെ വന്നത്. മനസ്സിലായി? പറയുമ്പോൾ ഒരു സെക്കൻഡിൻ്റെ 20% മാത്രം. അതാ പറഞ്ഞ ആ ചെറിയൊരു മാറ്റം നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരാൻ നോക്കുക. നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ നമ്മൾ ഒരു ചെറിയൊരു മാറ്റത്തിന് നമ്മൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് സക്സസ് ആവാൻ പറ്റും. ഉറപ്പായിട്ടും നമുക്ക് നല്ല ഉയരങ്ങളിൽ എത്താൻ പറ്റും. അത് നമ്മൾ നമ്മുടെ മൈൻഡിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മളെപ്പോഴും ചിന്തിക്കുക എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഫാമിലി, വീട്ടിലെ പണി, മറ്റു കാര്യങ്ങൾ, വർക്ക്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും എക്സ്ക്യൂസസ് പറഞ്ഞ് 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 എന്നെ കൊണ്ട് പറ്റില്ല, ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്താവും പലപ്പോഴും ബാക്കോട്ട് പോകും. ഒറ്റ കാര്യം പറഞ്ഞുതരാം, നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല. ഒരു കാര്യം പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തോ ഒന്നുമില്ല. നമ്മൾ മനസ്സ് വെക്കണം, നമ്മളതിന് മുന്നിട്ട് ഇറങ്ങണം. നമ്മളെ കൊണ്ട് കഴിയാത്തായിട്ടൊന്നുമില്ല എന്ന് ഫസ്റ്റ് നമ്മൾ തന്നെ വിചാരിക്കണം. ആൾക്കാർ പലതും പറയും, പലരും പല രീതിയിൽ പറയും. എന്ത് ചെയ്താലും കുറ്റം പറയാനായിട്ട് ആൾക്കാർ പലരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരെ കാര്യത്തെക്കുറിച്ച് ഫോക്കസ് ചെയ്യരുത്. അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് സക്സസ് ആവാൻ പറ്റും. നമ്മൾ ഈ കൂടുതലും മറ്റുള്ളവരെന്ത് പറയുന്നു, അവരിങ്ങനെ പറയല്ലോ, അവരിതാക്കല്ലോ അതാക്കല്ലോ, ഞാൻ വെറും മൈൻഡാക്കി വിടണം. ഒന്നും നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കരുത്, ഒന്നും കെയർ ചെയ്യരുത്. നമ്മൾ എന്താക്കണം, നമ്മുടെ ഇതായ കാര്യം നമുക്ക് സക്സസ് ആവണമെങ്കിൽ ചിലത് കണ്ടില്ല എന്ന് നടിക്കുന്നു വേണം. അങ്ങനെയാണ് നമുക്കൊക്കെ നേടിയെടുക്കാനും ഇതാക്കാനും ഒക്കെ പറ്റും. നമ്മളെ കൊണ്ട് ആർക്കും ഒന്നും കഴിയാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. നമുക്കെല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്, ഓരോ വ്യക്തികൾക്കും ഓരോ കഴിവുകളുണ്ട്. നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും ഓരോ ഡ്രീമുണ്ട്, ഓരോ സ്വപ്നങ്ങളുണ്ട്. അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. നമ്മളതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണം. എന്നാലല്ലേ നമുക്കതിന് നേടിയെടുക്കാൻ പറ്റും. നമ്മൾ എത്രത്തോളം നമ്മളവിടെ സ്റ്റക്കായിരിക്കുന്നു, നമ്മൾ ഓരോ എക്സ്ക്യൂസസും പറഞ്ഞിരിക്കണം, എത്രത്തോളം നമ്മളവിടെ ഇരിക്കുള്ളൂ. ബ്രേക്ക് ദ കംഫർട്ട് സോൺ എപ്പോഴും ബ്രേക്ക് ചെയ്യണം. ആ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആയി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഓരോ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും എല്ലാം നമ്മൾ മാക്സിമം യൂസ് ചെയ്യും. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം വളരെ സിമ്പിളായിട്ട് നേടിയെടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഇതുപോലെ നമ്മൾ പല എക്സ്ക്യൂസസും നമ്മുടെ ലൈഫിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കഴിവില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല, എനിക്കത് പറ്റില്ല, ഇത് പറ്റില്ല, അതാണ് ഇതാണ് സാഹചര്യം, അങ്ങനെ സാഹചര്യം ഇങ്ങനെ ഒക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ നമുക്ക് ഒരാൾക്കും ഒരു കഴിവ് പോലും ഇല്ലാത്തവരായിട്ട് ആരുമില്ല. എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്. ആ കഴിവുകൾ നമ്മൾ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിച്ചാൽ മതി. ജസ്റ്റ് ഒരു സ്റ്റോറി പറയാം. ഒരു കാട്, ഈ കാട്ടിൽ ഒരു കുരങ്ങനുണ്ട്, ഒരു ആനുണ്ട്, ഒരു മാനുണ്ട്. ഓക്കെ, ഈ കുരങ്ങനക്കാണെങ്കിൽ ഈ മരത്തിൻ്റെ മേലെ നിന്ന് അടുത്ത മരത്തിനൊക്കെ ചാടാനും വാലിട്ടിട്ട് തൂങ്ങി ആടാനും ഒക്കെ ആർക്ക് കഴിവുണ്ട്? ഈ കുരങ്ങനെ കഴിവുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ആനയ്ക്ക് ഇത് പറ്റുമോ? പക്ഷെ ഈ ആനയ്ക്ക് നിൽക്കുന്ന ഈ മരം തന്നെ മറിച്ചിടാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ ആനയ്ക്കുണ്ട്. പക്ഷെ ഇത് മാനിന് പറ്റും. പക്ഷെ ഈ ആനയേക്കാളും കുരങ്ങിനേക്കാളും എത്രയോ സ്പീഡിൽ ആർക്ക് ഓടാൻ പറ്റും? ഈ മാനിന് പറ്റും. ഈ മൃഗങ്ങൾക്ക് തന്നെ എത്ര കഴിവുകളുണ്ടെങ്കിൽ നമ്മൾ ഈ മനുഷ്യന്മാരെ നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ടാവും, വ്യത്യസ്ത കഴിവുകളുണ്ടാവും. വിവരവും ബുദ്ധിയും വിവേകവും ഒക്കെ നമുക്ക് പഠിച്ചു നമുക്ക് നൽകിയിട്ടുണ്ട്. ഒക്കെ നമ്മൾ അതിനെ വെച്ച് യൂസ് ചെയ്ത് നമുക്ക് വളരാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ നമുക്ക് കഴിയും. റൈറ്റ്? അപ്പോൾ കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല. നമ്മളതിന് വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതി. നമുക്ക് ശ്രമിച്ചാൽ പറ്റാത്തതായിട്ടൊന്നുമില്ല. അതിന് നമ്മൾ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ മാത്രം മതി. നമ്മൾ ഒരിക്കലും ഒരു കാര്യം നേടിയെടുക്കണം, ശ്രമിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കിമിസ്റ്റിൽ പറഞ്ഞ പോലെ കൊയിലോ പറഞ്ഞല്ലോ,
ലോകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മൊത്തം നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ശ്രമിക്കുക. ഒന്നും ചെയ്യാതെ എനിക്കൊന്നും ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കാൾ എത്രയോ നല്ലതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു കയ്യിൽ കൂടെ ബാക്കി വെച്ച് പോകാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യം തന്നെയായിരിക്കും. പണ്ട് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ, എന്താണ്, ജനിക്കുമ്പോൾ ആരും അറിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ കുറ്റമല്ല, പക്ഷെ മരിക്കുമ്പോൾ നാലാൾ അറിയാതെയാണ് നമ്മൾ മരണപ്പെടുന്നത്. നമ്മുടെ മാത്രം കുറ്റമാണെന്ന്, അല്ലെങ്കിൽ നമ്മുടെ മാത്രം പ്രശ്നമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ എല്ലാം കൊണ്ടേക്ക് അവസാനിപ്പിക്കുക എക്സ്ക്യൂസസിലായിരുന്നു. എനിക്കങ്ങനെ പറ്റില്ല, എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നില്ല, എൻ്റെ സാഹചര്യം അങ്ങനെ പോയി, ഇങ്ങനെ പോയി, അതായി പോയി, ഇതായി പോയി, ഇതൊക്കെ നമ്മളെന്താണ് എക്സ്ക്യൂസസ് പറഞ്ഞ് നമ്മളെന്താണ് മുന്നോട്ട് മാറി നിൽക്കുക. നമ്മൾ എത്രത്തോളം മുന്നിലേക്ക് വരാൻ നമ്മൾ ശ്രമിക്കുന്നു അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാവും. ഒന്നും ഓർമ്മിപ്പിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തതായിട്ട്, ഒന്നിനും ഒരു കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല. നമ്മൾ മനസ്സ് വെച്ച് ഇറങ്ങിയാൽ മതി, എല്ലാം സാധിക്കും. എല്ലാം സാധിക്കും എന്ന് പറഞ്ഞാൽ എല്ലാം സാധിക്കും. അന്ന് നമ്മളെ കുറ്റം പറഞ്ഞവരും നമ്മളെ കളിയാക്കിയവരും എല്ലാവരും നമുക്ക് വേണ്ടി കൈയടിക്കും. അതല്ലേ ഇതിൻ്റെ ഒരു ഇത്. നമ്മൾ ജയിച്ച് കാണിച്ചു കൊടുക്കണം. അല്ലാതെ നമ്മളെന്താണ്, തളർത്തുന്നവരുണ്ടാവും. തളർത്തുന്നവരോട് ഒരു ഒറ്റ കാര്യം വരെ തളർത്താം, പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്നുള്ള ഒരു കാര്യം നമ്മളവരെ ഓർമ്മിപ്പിച്ചാൽ മതി. ഓക്കെ, നമ്മൾ ഭയങ്കര എല്ലാത്തിനെയും നമ്മൾ വല്ലാതെ ഒരു ഉള്ളിലേക്ക് എടുക്കാണ്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ശരി. എല്ലാവർക്കും ക്ലാസ് കേട്ടിട്ട് എന്താണ് അഭിപ്രായങ്ങൾ, സജഷൻസും ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറയാം. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നും ക്ലാസ്സിനെ കുറിച്ചും ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നോ ഇനി എന്തെങ്കിലും കുറിച്ച് അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ, ജസ്റ്റ് ഈ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനോ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ദെൻ താങ്ക് യു.